ഹായ്, ഞാൻ ഡോക്ടർ കവിതാ ദേവ്. 17 വർഷമായിട്ട് ആയുർവേദ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഏതാണെന്ന് വെച്ചാൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രക്കടച്ചിൽ. അപ്പം നമ്മുടെ മനസ്സിൽ എപ്പോഴും തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെന്താ പെൺകുട്ടികൾക്ക് മാത്രം ഉണ്ടാവുന്നതാണോ, ലേഡീസിന് മാത്രം ഉണ്ടാവുന്നതാണോ? ലേഡീസിന് മാത്രമേ ഉണ്ടാവുന്നൊന്നും അല്ല കേട്ടോ, കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാവാം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് നമ്മൾ കൊച്ചുകുട്ടികൾക്ക് മിക്കവാറും ഡയപ്പറൊക്കെ ചിലപ്പോൾ രാവിലെ ഇടുന്ന ഡയപ്പർ വൈകിട്ട് ആണ് ചേഞ്ച് ചെയ്യുന്ന ചില പാരൻസ് ഉണ്ടാവാം ജോലി തിരക്ക് മൂലം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ചിലപ്പോൾ കുട്ടി ഭയങ്കരമായിട്ട് ഈവനിങ് ടൈമിൽ കരയുന്നു, ഭയങ്കരമായിട്ട് ഞെളിപിരി കൊള്ളുന്നു, മര്യാദയ്ക്ക് അത് ഫുഡ് കഴിക്കുന്നില്ല, അതിന് കണ്ടിന്യൂസ് കുറേ ദിവസം അടുപ്പിച്ച് ഈവനിങ് ടൈമിൽ പനിയൊക്കെ വരുവാണെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കാം? അതും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കൊണ്ടായിരിക്കാം. ഇത് ഒരേ ഒരു പോയിന്റ് ഓഫ് വ്യൂ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഫർദർ ഡിസ്കസ് ചെയ്യാം. അപ്പം ലൈഫിൽ ഒരു വട്ടമെങ്കിലും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാത്ത ആരും ഉണ്ടാവത്തില്ല അല്ലേ? വന്നാൽ ഞാൻ പറയുന്ന സിംറ്റംസിനോട് നിങ്ങൾക്ക് എന്തായാലും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായിരിക്കും നമുക്ക് ആദ്യം ഫീൽ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂത്രം ഒഴിക്കാൻ വേണ്ടി പോയി ഇരിക്കുമ്പോഴത്തേക്കും ഒന്നുകിൽ ഭയങ്കരമായിട്ട് പുകച്ചിൽ, അല്ലെങ്കിൽ തുള്ളി തുള്ളിയായിട്ട് മൂത്രം പോവാം, അല്ല ഒഴിക്കാൻ മുട്ടുന്നുണ്ട് പക്ഷെ നന്നായിട്ട് പോകുന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയോ? പലരും വെള്ളം കുടിക്കൂല. വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? പിന്നെയും ഇൻഫെക്ഷൻ അല്ലേ, അത് കയറി അങ്ങ് കൂടും. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഇത് മാത്രമാണോ ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്? അല്ല, ചിലപ്പോൾ ഇത് കൂടുവാണെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടിവയറ്റിൽ വേദന വരും, നമ്മുടെ നടുവിൻ്റെ അങ്ങോട്ടേക്ക് വേദന വരും, പനി വരും, ക്ഷീണം വരും. ഓക്കെ, അങ്ങനെ ആകെ മൊത്തം ദേഹവേദന, ഇങ്ങനെ പല പല സിംറ്റംസിലോട്ട് ഇത് ഘട്ടം ഘട്ടമായിട്ട് വ്യാപിക്കും. അതുകൊണ്ട് ഒരു ചെറിയൊരു കാര്യമാണെന്ന് ചോദിച്ചാൽ അത്ര നിസ്സാരക്കാരനല്ല. ഓക്കെ, അപ്പം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് ഏത് ബാക്ടീരിയയാണ്? ഈക്കോളിയാണ്. ഇനി ഈക്കോളി എന്തിനെയൊക്കെ ബാധിക്കുന്നു ശരിക്കും പറഞ്ഞാൽ? അത് നമ്മുടെ യൂറീത്രനെ ബാധിക്കാം, യൂറീറ്റേഴ്സിനെ ബാധിക്കാം, കിഡ്നിയെ ബാധിക്കാം. ഓക്കെ, അതായത് നമ്മുടെ മൂത്രാശയത്തെ മാത്രമല്ല, കണ്ടിന്യൂസ് ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരുന്ന നമ്മുടെ കിഡ്നിക്ക് വരെ ഇത് കേടാണ്. ഓക്കെ, അപ്പം ഇതാണ് മെയിനായിട്ടുള്ളത്. ഇനി ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്കിത് ഉണ്ടാവുന്നത്, ഇനി എന്തൊക്കെയാണ് ഇതിന് ആയുർവേദ പരിഹാരങ്ങൾ എന്നുള്ളതിനെ കൂടിയാണ്. അപ്പം ഓടിക്ക് കളയരുത്, ദയവേത് ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുക. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുന്ന കുറച്ച് തെറ്റായ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ തെറ്റായ കാര്യങ്ങൾ എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ പലരും ചെയ്യുന്ന ഒരു കാര്യം മര്യാദയ്ക്ക് വെള്ളം കുടിക്കാതിരിക്കുക അല്ലേ? ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് പറയുന്നു, ഡോക്ടറെ ഞാൻ വെള്ളം കുടിക്കാറില്ല. ആദ്യം ഒരു ജാമ്യം എടുക്കലാണ് കേട്ടോ. വെള്ളം നമ്മൾ നന്നായിട്ട് കുടിക്കണം. നമ്മുടെ ബോഡി സെൽസിനും നമ്മുടെ യൂറിനറി ട്രാക്റ്റിനും നമ്മുടെ ബോഡിയിലെ ക്ലെൻസിങ് പർപ്പസും നന്നായിട്ട് നടക്കണമെങ്കിൽ വെള്ളം പോയേ പറ്റുള്ളൂ. വെള്ളം നന്നായിട്ട് കുടിക്കാത്തവരാണെങ്കിൽ സ്കിൻ ഇൻഫെക്ഷൻ മാറി നേരം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കറിയാമല്ലേ, വിപണിയിൽ കാണുന്ന ക്രീം ഉപയോഗിക്കുന്നു, സെറം ഉപയോഗിക്കുന്നു, ഡാൻഡ്രഫിൻ്റെ ഷാമ്പു ഉപയോഗിക്കുന്നു, എന്നിട്ടും താരനൊന്നും കുറയുന്നില്ല. എന്താ റീസൺ? വെള്ളം നന്നായിട്ടൊന്ന് കുടിച്ചു നോക്കി, ഇതൊക്കെ കുറയും. ഓക്കെ, അയ്യോ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റിലേക്ക് വരാം. അപ്പം വെള്ളം നന്നായിട്ട് കുടിക്കാതെ ഇരിക്കുക. രണ്ടാമത്തെ കാര്യം എന്താ? കുറേ നേരം യൂറിൻ ഹോൾഡ് ചെയ്ത് വെക്കുക. ഇങ്ങനെ കുറേ നേരം യൂറിൻ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ എന്താ സംഭവിക്കുക? അതെ, കറക്റ്റായിട്ട് മൂത്രം പോകത്തില്ല അല്ലേ? പിന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാവുന്നു. ഇനിയും ചിലരുണ്ട് എരിവ്, പുളി, മസാല അത് മാത്രമേ കഴിക്കുകയുള്ളൂ. ഇതൊക്കെ ഈ ഇൻഫെക്ഷൻ ടൈമിൽ ഭയങ്കരമായിട്ട് കഴിക്കുമ്പോഴേ നമ്മുടെ ബോഡി ഹീറ്റ് ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. അതെ, ബോഡി ഹീറ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു കാരണമാണ് ശരിക്കും പറഞ്ഞാൽ. ഇനി ടീയും കോഫി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എൻ്റെ ഡോക്ടറെ. ടീയും കോഫിയും മാത്രം ഭയങ്കരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ശരീരത്തിൽ ഡീഹൈഡ്രേഷനാണ് സംഭവിക്കുക. അപ്പോൾ ഇവിടെയും നമുക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒഴിഞ്ഞു നേരം ഉണ്ടാവില്ല. ഇനി പണ്ടങ്ങാണ്ട് ഡോക്ടർ കുറിച്ചു കൊടുത്തൊരു ആൻറ്റിബയോട്ടിക് ഉണ്ട്, അത് കഴിച്ചു കഴിഞ്ഞാൽ എളുപ്പമല്ലേ, എന്തിനാ ഈ വീഡിയോ ഒക്കെ കാണുന്നത് എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് കണ്ടിന്യൂസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടല്ലോ, പിന്നെ ഇത് നമ്മുടെ ബോഡിയിൽ ആക്റ്റ് ആവില്ല. ഇനി അതുമാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി മെക്കാനിസത്തെ ഇത് തകർക്കുന്നു. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ശരിക്കും പറഞ്ഞാൽ, അതായത് നമ്മുടെ തന്നെ അശ്രദ്ധയാണ് ഈ കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പോൾ ഇതുകൊണ്ടാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇത്ര ഭയങ്കരമായിട്ട് പുരോഗമിക്കുന്നത്. ഇനി നമുക്കിത് നോക്കാം, നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റി. ഇനി അത് മാത്രമല്ല കേട്ടോ, അയ്യോ മുഖ്യമായൊരു പോയിന്റ് മറന്നുപോയി. എന്താണെന്നറിയോ? സാനിറ്ററി പാഡ്. ഓക്കെ, പല ലേഡീസും
പീരിയഡ്സ് കുറവുള്ളവർ പറയേണ്ടതാണ്, ഓ പിന്നെ ഒരു പാഡൊക്കെ ഒരു ദിവസവും 2 ദിവസമൊക്കെ ഉപയോഗിക്കും. ദയവേത് നിങ്ങൾ ഈ തെറ്റ് ആവർത്തിക്കരുത്. 4 മണിക്കൂർ ഒരു പാഡ്, അത് കഴിഞ്ഞ് മാറ്റുക. കാര്യം എന്താണെന്നറിയോ, നമ്മുടെ ശരീരത്തിനകത്ത് കുറേ സെക്രീഷൻസ് ഒക്കെ ഉണ്ടെന്നേ. ഈ സെക്രീഷൻസ് ഉള്ള സ്ഥലത്ത് ബാക്ടീരിയയുടെ ഗ്രോത്ത് നല്ല ഫ്രീക്വൻ്റ് ആയിട്ടുണ്ടാവും. നല്ല ബാക്ടീരിയ ഉണ്ട്, കെട്ട ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം ഇങ്ങനെ വൃത്തിയില്ലാത്തത് നിങ്ങൾ നോക്കുവാണെങ്കിൽ, ഇത് ലേഡീസിൻ്റെ കാര്യത്തിൽ, ഇനി കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഞാൻ തുടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, നമ്മൾ കറക്റ്റ് മാറ്റിയില്ലെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടാവും. ഇനി ആയുർവേദത്തിൽ നമ്മളിതിനെ ഏത് രീതിയിലാണ് കാണുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതെ, ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് പിത്തം കൂടുന്നുണ്ട്. പിത്തം കൂടുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേണിങ് സെൻസേഷൻ, അതുപോലെ തന്നെ നമുക്ക് പുകച്ചിൽ, പിന്നെ എന്താ പറയുക, യൂറിൻ നമുക്ക് ഒഴിക്കാൻ പോകാൻ നേരത്തിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടും പുകച്ചിലും ഒക്കെ കൂടെ അനുഭവപ്പെടുന്നത്. ഓക്കെ, പിന്നെ വാദത്തിന് പ്രശ്നമുണ്ട്. അതുകൊണ്ടല്ലേ, അതായത് നമ്മുടെ മൂത്രത്തിന് നല്ല ഫ്രീ ആയിട്ട് നമുക്കിത് പോകാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ള കാരണങ്ങളായിട്ട് പറയുന്നത്. ഇനി പിന്നെ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ കഴിക്കുന്നുണ്ടാവും ആൻറ്റിബയോട്ടിക് അവിടെ ബാക്ടീരിയ കൊല്ലുന്നത് മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ അതിനെക്കാട്ടി വലിയ സംഭവമൊന്നും അത് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞത് നമ്മുടെ പിത്തത്തെയും നമ്മൾ ശമിപ്പിക്കണം, നമ്മുടെ വാദത്തിൻ്റെ ഫ്ലോയും കറക്റ്റ് ആക്കണം അല്ലേ, നമ്മുടെ ബോഡി ഒന്ന് കൂളാക്കണം. അപ്പോൾ ഇതിനെ പറ്റിയ കുറച്ച് ആഹാര സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ കണ്ടിന്യൂസ് ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ പോയി കാണുക എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ഹോം റെമഡീസ് നോക്കിയാലോ. ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഓക്കെ, ബാർലി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാം. ഇനി ഒരു 2-3 ചെറിയ ഉള്ളി അത് ചതച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത്തിരി വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ചിട്ട് അതിനുശേഷം അത് ആറിയിട്ട് അതിനോട് ഇത്തിരി കൽക്കണ്ടം കൂടെ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. ഇനി ഒരു 3-4 ചെമ്പരത്തിയുടെ പൂവുണ്ടെങ്കിൽ ഈ ചെമ്പരത്തി പൂ എന്ത് ചെയ്യണമെന്നറിയോ, ഇതളായിട്ടിട്ട് തിളപ്പിക്കുക. എന്നിട്ട് അതിലൊരു 1/2 നാരങ്ങ നീരൂടെ ചേർത്ത് ഒഴിച്ചിട്ട് ഇത്തിരി ഒരു പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ജ്യൂസ് പോലെ കുടിക്കാം. ടേസ്റ്റി അല്ലേ? അപ്പം ഇത് മാത്രമല്ല, പിന്നെ നന്നാറി, ഞെരിഞ്ഞിൽ ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം നല്ലതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഇത് മാത്രമല്ല, മുഖ്യമായിട്ടൊരു വിഷയം വിട്ടുപോയി, എന്താണ്, ഇളനീര് അല്ലെങ്കിൽ തേങ്ങാ വെള്ളം. ഇതും നമ്മുടെ ബോഡി കൂൾ ചെയ്യാനും ഇൻഫെക്ഷൻസിനെയൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും നല്ല ഹെൽപ്ഫുള്ളാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളായിട്ട് നിങ്ങൾ ട്രബിൾഡ് ആണെങ്കിൽ ദയവ് ചെയ്ത് ഇതിൽ മാത്രം നിങ്ങൾ നിൽക്കരുത്, നല്ലൊരു ഡോക്ടറെ പോയി കാണുക. അപ്പോൾ വർഷങ്ങളായിട്ട് നമ്മളെടുത്ത് പ്രശ്നമുള്ളവരാണെങ്കിൽ നമുക്ക് നമ്മുടെ പസൽസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അതുപോലെ നമ്മുടെ RBCs ഒക്കെ യൂറിനിൽ കൂടുതലാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളൊരു ഡോക്ടറുടെ ഹെൽപ്പ് നിങ്ങൾ തേടുക. അപ്പം ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് വേറൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം. താങ്ക് യു ഡിയേഴ്സ്.